നമസ്കാരം. 2026 ഏപ്രിൽ മാസം പിറന്നിരിക്കുകയാണ്. ഭാരതീയ ജ്യോതിഷപ്രകാരം വളരെ നിർണായകമായ ഒരു മാസമാണിത്. മീനമാസത്തിന്റെ പകുതിയും മേടമാസത്തിന്റെ തുടക്കവും ഈ ഏപ്രിലിൽ വരുന്നു. പ്രകൃതി കണികണ്ടുണരുന്ന വിഷുവും ഈ മാസത്തിലാണ്. ഏപ്രിൽ 1 പൗർണമിയും 16 അമാവാസിയും വരുന്നു. ഏപ്രിൽ 18 വൈശാഖമാസം ആരംഭിക്കും. ഈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഏപ്രിൽ 14 വരെ സൂര്യൻ മീനം രാശിയിലാണ്. 14 സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഭരണരംഗത്തും വ്യക്തിജീവിതത്തിലും വലിയ ഊർജ്ജമാറ്റം ഉണ്ടാക്കും. മറ്റൊന്ന് ശനിയുടെ അവസ്ഥയാണ്. ഏപ്രിൽ 10 വരെ ശനി മൗഢ്യത്തിലാണ്. 10-ാം തീയതിയോടെ ശനി മൗഢ്യം തീരുന്നത് തൊഴിൽ മേഖലയിൽ മരവിപ്പ് അനുഭവിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസമാകും. ബുധന്റെ നീചസ്ഥിതി ആശയവിനിമയങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിൽ തുടരുന്നു. രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം രാശികളിലാണ്. രാഹു ചതയത്തിലാണ്. കേതു ഏപ്രിൽ 20 പൂരത്തിൽ നിന്നും മകത്തിലേക്ക് നിഷ്ക്രമിക്കും. മൂലം നക്ഷത്രം. കേതുവിന്റെ ആധിപത്യമുള്ള ധനിക്കൂറിൽ വരുന്ന മൂലം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ധനുരാശിയുടെ ആദ്യ പാദമായ മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ അതീവ ശ്രദ്ധ വേണ്ട ചില മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. 4-ാം ഭാവത്തിലെ ചൊവ്വയും കണ്ടകശനിയും ചിലപ്പോൾ നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉയർത്തുമെങ്കിലും 7-ാം ഭാവത്തിലെ വ്യാഴവും 3-ലെ രാഹുവും ആശ്വാസമേകുന്നു. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ആദിത്യൻ നിങ്ങളുടെ 4-5 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. 4-ാം ഭാവത്തിൽ ചൊവ്വയും കണ്ടകശനിയും നിൽക്കുന്നതുകൊണ്ട് ഔദ്യോഗിക രംഗത്ത് ചില പിരിമുറുക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ജോലിസ്ഥലത്ത് ചില സ്ഥാപിത താല്പര്യങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും നിരീക്ഷണ പാടവവും കൊണ്ട് ഇത്തരം നീക്കങ്ങളെ കൃത്യമായി തിരിച്ചറിയാനും അവയെ വിജയകരമായി പ്രതിരോധിക്കാനും നിങ്ങൾക്ക് സാധിക്കും. സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കി സംയമനം പാലിക്കുകയാണ് ഈ മാസം ഉചിതം. സാമ്പത്തിക കാര്യങ്ങളിൽ മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം അതീവ ജാഗ്രത ആവശ്യമാണ്. വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുള്ളതിനാൽ കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. വലിയ മുതൽ മുടക്കുകൾ നടത്തുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കുക. എങ്കിലും ഒരു പോസിറ്റീവ് വശം, എമർജൻസികളിലൂടെയോ മിഡിൽമാൻ ബിസിനസ്സിലൂടെയോ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം മികച്ച ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ്. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് 7-ലെ വ്യാഴം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും. എന്നാൽ പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അത്ര നന്നല്ല. അത് അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുന്നതാകും ഉചിതം. ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായോ രേഖാപരമായോ ഉള്ള തടസ്സങ്ങൾ കാരണം പണികൾ അല്പം മന്ദഗതിയിലായേക്കാം. 4-ാം ഭാവത്തിലെ പാപഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അശാന്തി ഉണ്ടാവാതെ നോക്കണം. വസ്തു ഇടപാടുകൾ നടത്തുമ്പോൾ എല്ലാ രേഖകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. തിരക്കിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാവിയിൽ നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ഗാർഹികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാസം വലിയ തോതിലുള്ള സംയമനം ആവശ്യമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് മക്കളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാതെ നോക്കണം. പുതുതലമുറയെ മനസ്സിലാക്കുന്നില്ല എന്ന പരാതി മകന്റെയോ മകളുടെയോ ഭാഗത്തു നിന്ന് ഉയർന്നേക്കാം. അവരുടെ ആശയങ്ങളെയും താല്പര്യങ്ങളെയും ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാവുക. സ്നേഹപൂർണമായ പെരുമാറ്റം കൊണ്ട് മാത്രമേ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറ്റാൻ സാധിക്കൂ. 7-ലെ വ്യാഴം പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ആശ്വാസം നൽകും. കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ വിജയങ്ങൾ സ്വന്തമാക്കാം. നിങ്ങളുടെ സർഗാത്മകത അംഗീകരിക്കപ്പെടുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. സ്റ്റേജ് പ്രോഗ്രാമുകളിലോ മത്സരങ്ങളിലോ തിളങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനം ആവശ്യമാണ്. എങ്കിലും 3-ലെ രാഹു നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ധൈര്യം നൽകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ചില നല്ല സൂചനകൾ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. മൂലം നക്ഷത്രക്കാർക്ക് ക്ഷമയും പക്വതയും വേണ്ട മാസമാണ് ഏപ്രിൽ. കണ്ടകശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്. നീരാഞ്ജനം തെളിയിക്കുകയോ ശനീശ്വരന് എള്ളെണ്ണ അഭിഷേകം നടത്തുകയോ ചെയ്യുക. കൂടാതെ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും.
ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ശുക്രന്റെ ആധിപത്യമുള്ള ധനുക്കൂറിൽ വരുന്ന പൂരാട നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ജലത്തിന്റെ നക്ഷത്രം എന്നറിയപ്പെടുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ വളരെ സന്തോഷകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. പ്രധാനമായും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വലിയ കാര്യവിജയങ്ങളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടിയെത്തും. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഏപ്രിൽ മാസം വലിയ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. യാത്രകൾ ഈ മാസം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. അത് ഔദ്യോഗിക യാത്രകളായാലും വ്യക്തിപരമായ യാത്രകളായാലും ഗുണകരമായി ഭവിക്കും. ഉദ്യോഗസ്ഥരായ പൂരാടം നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സ്ഥാനക്കയറ്റത്തിന് വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ തങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ജനപിന്തുണ വർദ്ധിക്കുന്ന സമയമാണിത്. സാമ്പത്തികമായി പൂരാട നക്ഷത്രക്കാർക്ക് ഈ മാസം മോശമാവില്ല. വരുമാന മാർഗങ്ങൾ സുഗമമായി മുന്നോട്ടു പോകും. പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നവീനമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഈ സമയം വളരെ അനുയോജ്യമാണ്. അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. പുതിയ സംരംഭങ്ങൾക്കോ വീട് പണിക്കോ വേണ്ടി ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ഈ മാസം വായ്പകൾ അംഗീകരിച്ചു കിട്ടും. സാമ്പത്തിക സഹായങ്ങൾ അപ്രതീക്ഷിതമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ വാഗ്ദാനങ്ങൾ കൃത്യസമയത്ത് പാലിക്കാനും വിശ്വാസ്യത നിലനിർത്താനും സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏപ്രിൽ മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത് സാധ്യമാകും. നല്ല കോളേജുകളിലോ വിദേശ സർവകലാശാലകളിലോ അഡ്മിഷൻ ലഭിക്കാൻ ഗ്രഹനില അനുകൂലമാണ്. പഠനകാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ പുലർത്താൻ പൂരാട നക്ഷത്രക്കാർക്ക് സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും സ്കോളർഷിപ്പുകൾ സ്വന്തമാക്കാനും ഈ മാസം സാഹചര്യമൊരുങ്ങും. നിങ്ങളുടെ ലക്ഷ്യബോധം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഗാർഹികാന്തരീക്ഷം ഈ മാസം സമ്മിശ്രമായിരിക്കും. കുടുംബത്തിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ ഈ മാസം വേണ്ടി വന്നേക്കാം. ഇത് അല്പം ചിലവ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കും. ബന്ധങ്ങളുടെ വിലയറിഞ്ഞ് പെരുമാറാൻ പൂരാട നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രത്യേക വൈഭവമുണ്ടാകും. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ഉള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. എങ്കിലും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത്ര അനുകൂലമല്ല. അത് അല്പം കൂടി നീട്ടിവെക്കുന്നതാകും ഉചിതം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പൂരാട നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ മെച്ചമുണ്ടാകും. മുൻപ് അനുഭവിച്ചിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കും. മാനസികമായ ഉന്മേഷം പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കും. എങ്കിലും മാസത്തിന്റെ ആദ്യ പകുതിയിൽ അല്പം ചിലവ് കൂടാൻ സാധ്യതയുള്ളതിനാൽ അത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാതെ നോക്കണം. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും പിന്തുടരുന്നത് ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പൂരാട നക്ഷത്രക്കാർക്ക് കാര്യവിജയവും പദവി ഉയർച്ചയും ലഭിക്കുന്ന സുന്ദരമായ മാസമാണ് 2026 ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുകയോ ദേവീക്ഷേത്രത്തിൽ പായസം വഴിപാടായി നൽകുകയോ ചെയ്യുക. കൂടാതെ ശുക്രപ്രീതിക്കായി വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഗുണകരമാകും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉത്രാട നക്ഷത്രം ധനുരാശിയിലും മകരരാശിയിലുമായിട്ടാണ് ഉത്രാട നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഉത്രാട നക്ഷത്രക്കാരെ 2 രീതിയിലാണ് സ്വാധീനിക്കുന്നത്. നല്ല കൂട്ടുകെട്ടുകളും ദൂരദേശ യാത്രകളും ഈ മാസത്തെ സവിശേഷമാക്കുന്നു. എങ്കിലും വാഹനയാത്രകളിലും ഉപാസനകളിലും ചില കരുതലുകൾ ആവശ്യമാണ്. ആദ്യമായി ധനുക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഈ മാസം മാനസികമായ സമാധാനത്തിനും ഐക്യത്തിനും മുൻതൂക്കം ലഭിക്കുന്ന കാലമാണ്. നിങ്ങൾക്ക് ഈ മാസം ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നത് ബന്ധങ്ങളിലെ ഇണക്കമാണ്. മുൻപ് നിങ്ങളെ തള്ളിപ്പറഞ്ഞവരോ അകന്നു നിന്നവരോ നിങ്ങളുമായി അടുക്കാൻ ഈ മാസം സാഹചര്യമൊരുങ്ങും. പുതിയതും നല്ലതുമായ കൂട്ടുകെട്ടുകൾ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് വലിയൊരു കരുത്താകും.
പഠനത്തിൽ മികച്ച ശ്രദ്ധ പുലർത്താൻ വിദ്യാർത്ഥികൾക്ക് ഈ മാസം സാധിക്കും. സഹപാഠികളുമായും അധ്യാപകരുമായും നല്ലൊരു ഐക്യം നിലനിർത്താൻ കഴിയുന്നത് പഠനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കും. ഗവേഷണ രംഗത്തോ ഉപരിപഠനത്തിനോ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഗ്രൂപ്പ് സ്റ്റഡികളിലൂടെ കൂടുതൽ അറിവ് നേടാൻ ഈ മാസം അനുയോജ്യമാണ്. തൊഴിൽ തേടുന്നവർക്ക് ഈ മാസം പുതിയ വാതിലുകൾ തുറക്കും. പ്രത്യേകിച്ച് ദൂരദേശത്തോ വിദേശത്തോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വലിയൊരു കുതിച്ചുചാട്ടം പെട്ടെന്ന് അനുഭവപ്പെട്ടില്ലെങ്കിലും ശരിയായ ദിശയിലുള്ള യാത്ര ഈ മാസം ആരംഭിക്കും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഐക്യവും സമാധാനാന്തരീക്ഷവും പുലരും. തൊഴിൽപരമായ വലിയൊരു കുതിച്ചുചാട്ടം പെട്ടെന്ന് അനുഭവപ്പെട്ടില്ലെങ്കിലും ജോലി സ്ഥലത്ത് നല്ലൊരു ഐക്യവും സമാധാനാന്തരീക്ഷവും നിലനിൽക്കും. സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. സമയബന്ധിതമായി തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ജോലിയിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ദൂരദേശ യാത്രകൾക്കായി കുറെ നാളായി കാത്തിരുന്നവർക്ക് ഈ മാസം അത് സഫലമാകും. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് മന്ത്രസാധനകളിലോ ഉപാസനകളിലോ ഏർപ്പെടുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അത് മനസ്സിനെ ബാധിക്കാതെ നോക്കണം. സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന സമയമാണിത്. പങ്കാളിയുമായുള്ള ആശയവിനിമയം മികച്ചതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എങ്കിലും വാഹനയാത്രകളിൽ അതീവ കരുതൽ വേണം. ഇനി മകരക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാരിലേക്ക് വരാം. നിങ്ങൾക്ക് ഈ മാസം ഉറച്ച പിന്തുണയും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് വലിയ പിന്തുണ ഈ മാസം ലഭിക്കും. പിതാവിൽ നിന്നും അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായങ്ങൾ കൈവരുന്നതാണ്. ഗ്രഹ നവീകരണത്തിന് വഴിതെളിയും. പരീക്ഷകളിലോ അഭിമുഖങ്ങളിലോ ഇന്റർവ്യൂകളിലോ പങ്കെടുക്കുന്നവർക്ക് മികച്ച രീതിയിൽ ശോഭിക്കാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ ഉള്ളവർക്ക് ചർച്ചകളിലും സംവാദങ്ങളിലും സജീവമായി പങ്കെടുക്കാനും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഈ മാസം സാധിക്കുന്നതാണ്. ഇനി ഉത്രാട നക്ഷത്രം മകരം രാശിയിൽ വരുന്നവർക്ക് ഈ ഏപ്രിൽ മാസം നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്യാം. മകരക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ മാസം മറ്റുള്ളവരിൽ നിന്നും ഉറച്ച പിന്തുണ ലഭിക്കുന്ന കാലമാണ്. രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ ഉള്ളവർക്ക് വളരെ സക്രിയമായ സമയമാണിത്. ചർച്ചകളിലും സംവാദങ്ങളിലും പങ്കാളിത്തം വഹിക്കാനും നിങ്ങളുടെ വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കാനും ഈ മാസം സാധിക്കും. സാമ്പത്തികമായി ഈ മാസം നിങ്ങൾക്ക് മികച്ചതാണ്. പിതാവിൽ നിന്നും അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായങ്ങൾ കൈവരും. ഇത് ഗ്രഹ നവീകരണത്തിനോ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കോ വഴിതെളിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ പദവികൾ ആഗ്രഹിക്കുന്നവർക്ക് ഇന്റർവ്യൂകളിൽ മികച്ച രീതിയിൽ ശോഭിക്കാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ ഈ മാസം നിങ്ങൾക്ക് പ്രത്യേക വൈഭവം ഉണ്ടാകും. മകരക്കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം വലിയ നേട്ടങ്ങളുടെ കാലമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ബുദ്ധിശക്തിയും കഠിനാധ്വാനവും അധ്യാപകരാൽ പ്രശംസിക്കപ്പെടും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയും. രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മകരക്കൂറുകാരും വാഹനയാത്രകളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. സ്നേഹബന്ധങ്ങൾ ദൃഢമായി മുന്നോട്ടു പോകുമെങ്കിലും ആത്മീയ കാര്യങ്ങളിലെ തടസ്സങ്ങളെ ക്ഷമയോടെ നേരിടേണ്ടി വരും. ഉത്രാട നക്ഷത്രക്കാർക്ക് അത് ധനുക്കൂറിലായാലും മകരക്കൂറിലായാലും വിജയങ്ങളുടെയും ഐക്യത്തിന്റെയും മാസമാണ് ഏപ്രിൽ. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ മാസം ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുക. ദോഷങ്ങൾ അകറ്റാനും മാനസികമായ കരുത്ത് വർദ്ധിപ്പിക്കാനും ഞായറാഴ്ചകളിൽ സൂര്യഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമാണ്. ആദിത്യ ഹൃദയം ജപിക്കുകയോ ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുകയോ ചെയ്യുക. പിതാവിന്റെ വാക്കുകൾക്ക് മുൻഗണന നൽകുന്നത് നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.